അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആഴ്ചകളിലും ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ മഹത്വമേറിയ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇഹത്തിലും പരത്തിലും സമാധാനം ആഗ്രഹിക്കുന്ന, രക്ഷ ലഭിക്കണമെന്ന് കൊതിക്കുന്ന ഏതൊരു മനസ്സും പഠിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നുള്ളത്. ഓരോ നാമങ്ങളും പഠനം നടത്തുന്നതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള മഹബത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യവും നമ്മുടെ ഏത് കാര്യവും ഏറ്റെടുക്കാനും ഭരമേൽപ്പിക്കുവാനും കഴിയുന്ന ഒരു റബ്ബിൽ വിശ്വസിക്കുന്ന വിശ്വാസിയാണ് ഞാനെന്ന ഒരു ഇസ്സത്ത്, ഒരു ആത്മബോധവും നമുക്കുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ ചില നാമങ്ങളുണ്ട്. രണ്ട് നാമങ്ങൾ ചേർത്തു പറഞ്ഞാൽ മാത്രം അതിൻ്റെ അർത്ഥം പരിപൂർണമാകുന്ന ചില നാമങ്ങൾ. ആ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്, രണ്ട് നാമങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൽ അവ്വലു വൽ ആഖിർ. അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്തു പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകുന്ന നാമങ്ങളുടെ കൂട്ടത്തിൽ ചിലതാണ് അല്ലാഹിറു വൽ ബാത്തിനു, അൽ മുഖദ്ദിമു വൽ മുഅഖിറു, അൽ ഖാബിദു വൽ ബാസിതു. ഈ നാമങ്ങളൊക്കെ രണ്ടും ചേർത്തു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ നാമത്തിനുള്ള അർത്ഥത്തിൻ്റെ പരിപൂർണത ലഭിക്കുമെന്നുള്ളതാണ് ഈ നാമങ്ങൾക്കുള്ള പ്രത്യേകത. അതിൽ അൽ അവ്വലു വൽ ആഖിർ എന്ന ഈ രണ്ട് നാമങ്ങളാണ് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചെറിയ ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ടു നാമങ്ങൾ വന്നിട്ടുള്ളത് ഒരു വചനത്തിലാണ്. ഒരു തവണ മാത്രമാണ് ഖുർആനിൽ ഈ നാമം വന്നിട്ടുള്ളത്. ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് അവൻ അൽ അവ്വലാണ്, ആദ്യമേ ഉള്ളവനാണ്. അതുപോലെ തന്നെ വൽ ആഖിറു, അവൻ ആഖിറാണ്. വദ്ദാഹിറു വൽ ബാത്തിൻ, ദാഹിറും ബാത്തിനുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായി അറിയുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഈ നാല് നാമങ്ങൾ ചേർത്തു പറഞ്ഞ് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നതായി കാണാം. ഈ അൽ അവ്വലു വൽ ആഖിറു എന്ന ഈ നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തമായ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശദീകരിച്ചത് അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ശൈ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ശൈ.
അല്ലാഹുവേ നീ അൽ അവ്വലാണ്. അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഫലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുമ്പൊന്നുമില്ല. അതുപോലെ തന്നെ വ അൻതൽ ആഖിറു, നീ അൽ ആഖിറാണ്, അന്തിമനാണ് എന്ന് പറഞ്ഞാൽ ഫലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷം ഒന്നുമില്ല. അങ്ങനെയുള്ളവനായ അള്ളാഹുവാണ് നീ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പല സ്ഥലങ്ങളിലായി വന്നതായി കാണാൻ കഴിയും. അതിൽ ചില ഹദീസുകൾ, സംഭവങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്നിട്ട് ഒരു ഖാദിമിനെ ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയോട് പറഞ്ഞു, മാ ഇൻദി മാ അതീക്, നിനക്ക് നൽകാൻ എൻ്റെ അരികിൽ ഖാദിമില്ല. അങ്ങനെ ഫറജഅത്, അവർ മടങ്ങി വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫഅതാഹ ബഅദ ദാലിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അരികിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെന്നു. ഫഖാൽ, എന്നിട്ട് നബി പറയാണ്, അല്ലദീ സഅൽതി അഹബ്ബു ഇലൈകി ഔ മാ ഹുവ ഖൈറും മിൻ. ഫാത്തിമ, നീ എന്നോട് ചോദിച്ചതാണോ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അതല്ല അതിനേക്കാളും നല്ലതായ മറ്റൊന്നാണോ? ഇത് കേൾക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് പറഞ്ഞു, ഖൂലി ലാ ബൽ ഹുവ ഖൈറും മിൻ. ഫാത്തിമ, നബിയുടെ ചോദ്യത്തിന് നീ അതിനേക്കാളും ഉത്തമമായതാണ് എനിക്ക് ആവശ്യമെന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചു, എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടതല്ല, അതിനേക്കാളും ഖൈറായതൊന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ അതാണ് നിങ്ങൾ എനിക്ക് നൽകേണ്ടതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതിസ് സബ്അ വറബ്ബൽ അർശിൽ അദീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ മുൻസിലത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഫുർഖാനിൽ അദീം അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ഷൈ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈ ഇഖ്ദി അന്നാ അദ്ദൈൻ വഅഗ്നിനാ മിനൽ ഫഖർ. അഥവാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖാദിമയെ, ഒരു വേലക്കാരനെ ആവശ്യപ്പെട്ടപ്പോൾ അതിനേക്കാളും ഖൈറായത് ഈ പ്രാർത്ഥന നീ ചൊല്ലലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതേ സംഭവം തന്നെ വേറെയും റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഖാദിമിനെ ചോദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് രാത്രി കിടക്കാനിരിക്കുന്ന സമയത്ത്, ഉറങ്ങാനിരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്നത് 34 പ്രാവശ്യവും നീ ചൊല്ലലാണ് ഇതിനേക്കാളും നിനക്ക് ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണിത്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിൻ്റെ നാമങ്ങൾ എടുത്തു പറയുന്നിടത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറഞ്ഞത് അൻതൽ അവ്വലു, അല്ലാഹുവേ നീയാണ് അൽ അവ്വൽ, ഫലൈസ ഖബ്ലക ഷൈ, നിനക്ക് മുമ്പൊന്നുമില്ല, വഅൻതൽ ആഖിറു, അല്ലാഹുവേ നീയാണ് ആഖിർ, ഫലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷമൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുനാ ഇദാ അഖദ അഹദുനാ മദ്ജഅഹു അൻ യഖൂൽ, ആരെങ്കിലും വിരിപ്പിലേക്ക് കിടക്കാൻ ഇരുന്നാൽ അല്ലെങ്കിൽ പുതപ്പെടുത്താൽ അവൻ ഇങ്ങനെ പറയണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയോട് സമാനമായ മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർദീൻ വറബ്ബനാ വറബ്ബ കുല്ലി ഷൈ
فالق الحب والنوى منزل التوراة والإنجيل والقرآن أعوذ بك من شر كل ذي شر أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء والظاهر فليس فوقك شيء والباطن فليس دونك شيء اقضي عني الدين وأغنني من الفقر. ഈ പ്രാർത്ഥനയിലും അള്ളാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർദീൻ, ലോകത്തിന്റെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായ അള്ളാഹുവേ, വറബ്ബന വറബ്ബ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായ അള്ളാഹുവേ, ഫാലിഖിൽ ഹബ്ബി വന്നവ, എല്ലാ സസ്യങ്ങളെയും ധാന്യങ്ങളെയും മുളപ്പിക്കുന്നവനായ അള്ളാഹുവേ, മുൻസില തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, തൗറാത്തിന്റെയും ഇൻജീലിനെയും ഖുർആനിനെയും അവതരിപ്പിച്ചവനായ അള്ളാഹുവേ, അഊദു ബിക മിൻ ശർരി കുല്ലി ദീ ശർരിൻ, എല്ലാ വസ്തുക്കളുടെ ഷർറിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. അൻത ആഖിദും ബിനാസിയതിഹി, നീയാണ് അതിന്റെ കൺട്രോൾ ഏറ്റെടുത്തത്, അതിന്റെ കുടുമ നിന്റെ കയ്യിലാണ്. അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈ വൽദാഹിറു ഫലൈസ ഫൗഖക ഷൈ വൽബാത്തിനു ഫലൈസ ദൂനക ഷൈ. അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ട് എന്താണ് ചോദിച്ചത്? ഇഖ്ദി അന്നി ദൈൻ, ദൈനിനെ, കടത്തെ നീ എന്നിൽ നിന്ന് നീക്കണേ, അത് നീ നിറവേറ്റുവാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണമേ. ഇഖ്ദി അന്നി ദൈൻ വഅഗ്നിനി മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് നീ എനിക്ക് ഐശ്വര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ, കടന്നുറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം, ഈ ഹദീസിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നാമമായ അൽ അവ്വൽ വൽ ആഖിർ എന്നുള്ള നാമം എടുത്തു പറഞ്ഞതായി കാണാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ മഹാനായ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പ്രവേശിച്ചു. എൻ്റെ നാഖത്തിനെ, എൻ്റെ ഒട്ടകത്തെ ഞാൻ വാതിലിൽ കെട്ടി. ആ സമയത്ത് ഫഅതാഹു നാസും മിൻ ബനി തമീം, ബനു തമീം ഗോത്രത്തിലെ കുറച്ച് ആളുകൾ നബിന്റെ അരികിലേക്ക് വന്നു. ബനു തമീം ഗോത്രം കുറച്ച് അറാബികളാണ്, ബദുക്കളാണ്. അവർ നബിന്റെ അരികിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇഖ്ബിലുൽ ബുശ്റ യാ ബനു തമീം, യാ ബനി തമീം, തമീം ഗോത്രക്കാരെ, നിങ്ങൾ ഈ സന്തോഷ വാർത്ത, സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ അവര് പറഞ്ഞത് ബശർതനാ ഫഅതീന, സുവിശേഷം താങ്കൾ ഞങ്ങൾക്ക് നൽകി, പക്ഷെ എന്തെങ്കിലും വേറെ നൽകണം. പണം അവർ ആവശ്യപ്പെട്ടു, സാമ്പത്തികമായി ഭൗതികമായി എന്തെങ്കിലും ധാന്യങ്ങളോ മറ്റോ അവർക്ക് ആവശ്യമാണ്. ഇതവർ 2 പ്രാവശ്യം ആവർത്തിച്ചു. ആ സമയത്താണ് യമനിൽ നിന്നുള്ള കുറച്ച് ആളുകൾ നബിയുടെ അരികിലേക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ യമൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ യമൻ അല്ല. ഇന്ന് സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളും നബിയുടെ കാലഘട്ടത്തിലെ യമനാണ്. ഹിജാസ് ഇങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. അഥവാ അബഹ, ഇന്ന് അബഹ എന്നും അതുപോലെ തന്നെ അൽബാഹ, ഈ ഭാഗങ്ങളൊക്കെ പണ്ടത്തെ യമന്റെ ഭാഗമാണ്. ആ യമന്റെ ആളുകളിൽ, യമനിൽപ്പെട്ട ആളുകൾ, കുറച്ച് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് അവർ വന്നപ്പോൾ നബി അവരോടും പറഞ്ഞു, ഇഖ്ബിലുൽ ബുശ്റ യാ അഹ്ല യമൻ, യമൻകാരെ നിങ്ങൾ ഈ സുവിശേഷം സ്വീകരിക്കുക. ഇദ് ലം യഖ്ബൽഹ ബനു തമീം, ബനു തമീം സ്വീകരിച്ചിട്ടില്ലാത്ത ഈ സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോ യമൻകാര് പറഞ്ഞത് ഖദ് ഖബിൽനാ യാ റസൂലല്ലാഹ്, ആ സുവിശേഷം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അല്ലാഹുവിന്റെ പ്രവാചകരെ. എന്നിട്ട് അവർ തുടർന്ന് പറഞ്ഞു, ജിഇനാക നസ്അലുക അൻ ഹാദൽ അംർ, ഞങ്ങൾ ഒരു കാര്യം ചോദിക്കാനാണ് നിങ്ങളുടെ അരികിലേക്ക് വന്നത്. ചില റിവായത്തിൽ കാണാം, അള്ളാഹുവിന്റെ മതത്തിൽ ഫിഖ്ഹ് നേടാൻ, അറിവ് നേടാനാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഇൽമിനുള്ള പ്രാധാന്യത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. പലപ്പോഴും ഇൽമിന്റെ സദസ്സുകൾ നമുക്ക് മുന്നിലുണ്ട്, അത് കണ്ടെത്തി അത് സ്വീകരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. അപ്പൊ ഇവര് പറഞ്ഞത്, ഞങ്ങൾ യമനിൽ നിന്ന് വന്നത് അള്ളാഹുവിന്റെ പ്രവാചകരെ ഒരു കാര്യം അന്വേഷിക്കാനാണ്.
എന്താണ് അവരുടെ ചോദ്യം? കാന അല്ലാഹു, അവരുടെ ചോദ്യം എന്തായിരുന്നു? അള്ളാഹുവിനെ കുറിച്ചായിരുന്നു അവരുടെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്: കാന അല്ലാഹു വലം യകുൻ ഷൈഉൻ ഗൈറു വകാന അർശുഹു അലൽ മാ വകതബ ഫി الذിക്രി കുല്ല ഷൈ വഖലഖ السماوات والأرض. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അള്ളാഹു ആദ്യമേ ഉള്ളവനായിരുന്നു. കാന അല്ലാഹ്, അള്ളാഹുവിനെ ഉണ്ടാകുക എന്നത് അല്ലെങ്കിൽ ഉണ്ടായി എന്നതല്ല, അള്ളാഹുവിന് ഇല്ലായ്മ എന്നൊരവസ്ഥ അള്ളാഹുവിനില്ല. കാന അല്ലാഹ്, അള്ളാഹു തആല ആദ്യമേ ഉള്ളവനായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യകുൻ ഷൈഉൻ ഗൈറു, അതിനു മുമ്പായി ഒന്നുമില്ല. നബി വീണ്ടും പറഞ്ഞു, വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർശ് അത് വെള്ളത്തിന് മുകളിലായിരുന്നു. വകതബ ഫി الذിക്രി കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളും ലൗഹിൽ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. വഖലഖ السماوات والأرض, ആകാശഭൂമികളെ അവൻ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ അദ്ദേഹം പറയാണ്, ഫനാദാ മുനാദിൻ ദഹബത് നാഖതുക യാ ഇബ്നു ഹുസൈൻ. അപ്പോൾ ഒരാൾ അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, താങ്കളുടെ ഒട്ടകം കയറ് പൊട്ടിച്ച് ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിന്റെ പിന്നാലെ പോയി, അതൊരുപാട് ദൂരെ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞ പദം നോക്കൂ നിങ്ങൾ, വല്ലാഹി ലൗ ഉത്തു അന്നി കുൻതു തറക്തുഹാ, ഞാൻ പിന്നെ അതിയായി ആഗ്രഹിച്ചു പോയി ആ ഒട്ടകത്തെ ഒഴിവാക്കിയിട്ട് റസൂലിന്റെ സദസ്സിൽ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ഇൽമു വിളമ്പുന്ന സദസ്സാണ്, ആ ഇൽമ് എനിക്ക് ഒരുപാട് ലഭിക്കുമായിരുന്നു. പിന്നീട് എന്താണ് നബി പറഞ്ഞത് എന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് അദ്ദേഹം അവിടെ വിലപിച്ചു എന്നുള്ളതും ആ ഹദീസിന്റെ ബാക്കിയായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഹദീസ് ഒന്നാമതായി ഇൽമിന്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇൽമ് നേടാനുള്ള മുഴുവൻ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മുന്നിൽ ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. ആ സാധ്യതകളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് അള്ളാഹിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹു ആദ്യമേ ഉള്ളവനാണ്, അവന്റെ മുന്നിൽ മറ്റൊന്നുമില്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിലും അള്ളാഹു തആല ഉണ്ട്. അതാണ് അൽ അവ്വൽ എന്ന അള്ളാഹുവിന്റെ നാമം അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ മഹാനായ സമ്മാക് ബിൻ അൽ വലീദ് അബൂ സമീൽ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം. അദ്ദേഹം പറയാണ്, സഅൽതു ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാ ശൈഉൻ അജിദു ഫീ സദ്രി, എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രയാസം, അത് എന്താണ്? അപ്പോ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു, മാ ഹുവ, അതെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അതകല്ലമു ബിഹി, എനിക്ക് അതിനെ പറ്റി പറയാൻ കഴിയില്ല. ആ സമയത്ത് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് ചോദിച്ചു, അശൈഉ മിൻ ശക്ക്, എന്തെങ്കിലും സംശയമാണോ? അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ ഉപദേശമാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം പറഞ്ഞു, മാ നജാ മിൻ ദാലിക അഹദുൻ, സംശയത്തിൽ നിന്ന് ഒരാളും മുക്തമല്ല, ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച ആയത്ത് അദ്ദേഹം ഓതി, ഇൻ കുൻത ഫീ ശക്കിൻ മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖറഊനൽ കിതാബ മിൻ ഖബ്ലിക്, താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ താങ്കൾ സംശയത്തിലാണെങ്കിൽ മുമ്പ് വേദം നൽകപ്പെട്ട അത് പാരായണം ചെയ്യുന്ന ആളുകളോട് താങ്കൾ ചോദിച്ചു നോക്കുക എന്ന ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഓതുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫഖാല ഖാല ലി, എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇദാ വജദ്ത ഫീ നഫ്സിക ശൈഅൻ, ഇതുപോലുള്ള വല്ല സംശയവും നിനക്കുണ്ടായാൽ നീ എന്ത് ചൊല്ലുക? ഈ ആയത്ത് ഓതുക, ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ, അബൂ സമീലിന് നൽകിയ മറുപടിയിൽ നമുക്ക് കാണാം. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞതായും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയും ശക്കുണ്ടാകുന്ന സമയത്ത്, മനസ്സിന് പ്രയാസമോ സംശയമോ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ ഉച്ചരിക്കാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ ഉപദേശം. ഹുവൽ അവ്വലു വൽ ആഖിറു വദ്ദാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം.
അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഹദീസുകളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൊക്കെ അള്ളാഹുവിൻ്റെ അൽ അവ്വൽ അൽ ആഖിർ എന്നുള്ള നാമം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ കഴിയുന്നതാണ്. ഇവിടെ മറ്റൊരു മസ്അല, എന്താണ് ആദ്യത്തെ സൃഷ്ടി? അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ്, അള്ളാഹു ഖാലിഖാണ്. അള്ളാഹുവിന് അദമ എന്ന ഇല്ലായ്മ എന്നൊരവസ്ഥ അള്ളാഹുവിനില്ല. അൽ അസലിയ എന്ന് അറബിയിൽ സാങ്കേതികമായി പറയും. ആദ്യമേ ഉള്ളവനാണ് അള്ളാഹു തആല. എന്നാൽ അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്താണ്? ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സൂഫികളായിട്ടുള്ള ആളുകള്, വഹദത്തുൽ വജൂദിന്റെ ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നൂറാണ്, പ്രകാശമാണ്, ഒളിയാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. ആദ്യം ഒളിയായി പിന്നെ വെളിവായി എന്ന് തുടങ്ങുന്ന പദ്യങ്ങളൊക്കെ അവർക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ദഈഫായ ഹദീസും അതിന് തെളിവായി പറയാറുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നിന്റെ നബിയുടെ പ്രകാശമാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു റിവായത്ത്, പക്ഷേ ആ റിവായത്ത് ദഈഫാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പ്രകാശമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയുമല്ല, മനുഷ്യനാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആ കാര്യം ആവർത്തിച്ചു പറഞ്ഞതാണ്. മക്കയിലെ മുശ്രിക്കുകൾ നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണമായി അവർ പറഞ്ഞത് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനല്ല എന്നതിൻ്റെ കാരണം മുഹമ്മദ് നബി മനുഷ്യനാണ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി മനുഷ്യനാണ് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സൂഫികളുടെ സമസ്തക്കാരായിട്ടുള്ള ആളുകളിൽ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ അതിന് യാതൊരു തെളിവും നമുക്ക് കാണാൻ കഴിയുന്നതല്ല. അവിടെയാണ് പ്രവാചകന്റെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു എന്നതുകൊണ്ടാണ് അവർ അതിന് നിഴലില്ല എന്ന് പറയാറുള്ളതും. നബിയുടെ മുടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അവർക്കിടയിലുള്ള ചർച്ചകളൊക്കെ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായ മനുഷ്യനായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആദ്യത്തെ സൃഷ്ടിപ്പ്? അതില് നേരത്തെ പറഞ്ഞ ഹദീസുകളും അതോടൊപ്പം തന്നെ ഈ ഒരു ഹദീസ് കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക. അവ്വലു മാ ഖലഖല്ലാഹു അൽ ഖലം ഫഖാല ലഹു ഉക്തുബ് ഫഖാല യാ റബ്ബി മാ അക്തുബ് ഖാല ഉക്തുബ് അൽ ഖദ്റ മാ ഹുവ കായിനും മിൻ ദാലിക് ഇലാ ഖിയാമിസ് സാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ സൃഷ്ടി, അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്, തൂലികയാണ്. ആ പേനയോട് അല്ലാഹു തആല പറഞ്ഞു, നീ എഴുതണം. പേന ചോദിച്ചു, അല്ലാഹുവേ റബ്ബേ, ഞാൻ എന്താണ് എഴുതേണ്ടത്? അല്ലാഹു തആല മറുപടി പറഞ്ഞു, അന്ത്യനാൾ വരെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തണമെന്ന് പേനയോട് അല്ലാഹു തആല പറഞ്ഞു എന്നാണ്. ഇവിടെ നേരത്തെ മുമ്പ് നമ്മൾ വായിച്ച ഹദീസുകളിൽ അള്ളാഹിനെ പറ്റി പറയുന്നിടത്ത് കാന അല്ലാഹു ലം യകുൻ ശൈഉൻ ഗൈറു വകാന അർശുഹു അലൽ മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ ഉള്ളവനാണ്, അവന് മുമ്പായി ഒന്നുമില്ല. പിന്നെ പറഞ്ഞു അവന്റെ അർശ് വെള്ളത്തിന്മേലാണ്. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങളിൽ പണ്ഡിതന്മാർ, സലഫി അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വെള്ളമാണോ, അർശാണോ, കലമാണോ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നത്. അത് ഏത് തന്നെയായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസവുമായി അത് ബന്ധപ്പെടുന്നതല്ല. ഒന്നുകിൽ അർശായിരിക്കാം, വെള്ളമായിരിക്കാം, കലമായിരിക്കാം. പണ്ഡിതന്മാർ പല രീതിയിൽ ഈ 2 ഹദീസുകളെയും മനസ്സിലാക്കുന്നിടത്തും വ്യാഖ്യാനിക്കുന്നിടത്തും പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. സുലൈമാൻ അത്തൈമി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ലൗ സുഇൽതു ഐന അല്ലാഹ്, എന്നോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് അല്ലാഹു തആല എവിടെയാണെന്ന് ഞാൻ ചോദിക്കപ്പെട്ടാൽ, ഫഖുൽതു, ഞാൻ പറയും ഫിസ്സമാ, അല്ലാഹു തആല ആകാശത്താണെന്ന്. വഇൻ ഖാല ഫഅൈന അർശുഹു, ഇനി എന്നോട് ഈ ആള് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ അർശ് എവിടെയാണ്, ഖബ്ല അൻ യഖ്ലുഖസ് സമാ, ആകാശം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അർശ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഫഖുൽതു അലൽ മാ, അത് വെള്ളത്തിന്മേലാണെന്ന് ഞാൻ പറയും.
വഇൻ ഖാല ലീ ഐന കാന അർശുഹു ഖബ്ല അൻ യഖ്ലുഖൽ മാ, വെള്ളം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അർശ് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാലോ ഫഖുൽതു ലാ അദ്രി, അവിടെ എനിക്ക് പറയാനുള്ളത് എനിക്കറിയില്ല എന്നതാണ്. അഥവാ പ്രമാണം ഈ വിഷയങ്ങളിൽ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ബാധ്യത. അള്ളാഹിനെ കുറിച്ചുള്ള ഏത് കാര്യങ്ങളിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അതിര് കടന്ന് ചിന്തിക്കാനോ ചർച്ചകളിലേക്ക് പോകാനോ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കണ്ണിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ കാതിന് പരിധിയും പരിമിതിയും ഉണ്ട് എന്നത് നമുക്കറിയാം. ഇതുപോലെ തന്നെ നമ്മുടെ ചിന്തക്കും നമ്മുടെ ബുദ്ധിക്കും പരിധിയും പരിമിതിയും ഉണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അള്ളാഹുവും അവന്റെ പ്രവാചകനും എന്താണോ നമ്മളെ പഠിപ്പിച്ചത് അവിടെ നമുക്ക് നിൽക്കാൻ പറ്റും. അവിടെ അർശ് ഉണ്ടായിരുന്നു, അവിടെ വെള്ളം ഉണ്ടായിരുന്നു, പേനയെ സൃഷ്ടിച്ചു, ഇതൊക്കെ സ്വഹീഹായി വന്നു. അത് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നിർത്തിയിടത്ത് നമ്മൾ നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടെ അൽ അവ്വൽ വൽ ആഖിർ എന്ന അള്ളാഹുവിന്റെ ഈ നാമം പഠിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു കാമ്പാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അള്ളാഹു തആല ആദ്യനും അന്തിമവനുമാണ്. അൽ അവ്വലാണ്, അൽ ആഖിറാണ്. ഏതൊരു കാര്യങ്ങളോ മാധ്യമങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ലാതിരുന്നപ്പോൾ സൃഷ്ടിപ്പ് ആരംഭിച്ചവരാണ് അള്ളാഹു. അൽ അവ്വൽ എന്ന് പറയുമ്പോൾ അതിന്റെ ആശയ തലം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നുമില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെ ഇപ്പൊ ഭൂമിയിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യമോ കാരണങ്ങളോ വസീലകളോ മാധ്യമങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സൃഷ്ടിപ്പ് ആരംഭിച്ചവനാണ് അൽ അവ്വൽ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കാരണങ്ങളും അവസാനിക്കുന്നത് അത് അള്ളാഹുവിലേക്കാണ് ആ കാര്യങ്ങളെ ചെന്നെത്തുന്നത്. എല്ലാത്തിൻ്റെയും അവസാനം അത് അള്ളാഹുവിലാണ്. ഈ രീതിയിൽ അൽ അവ്വൽ അൽ ആഖിർ എന്ന നാമത്തെ നമുക്ക് മനസ്സിലാക്കിയാൽ അവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാധീനം ചെലുത്തേണ്ട കാര്യങ്ങൾ. പലപ്പോഴും മനുഷ്യന്മാര് അവരുടെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമാണ് അല്ലെങ്കിൽ കാരണങ്ങളിൽ മാത്രമാണ് അവലംബിക്കാറുള്ളത്. ഇവിടെ എൻ്റെ റബ്ബ് അൽ അവ്വലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ വിട്ട് ഈ കാര്യങ്ങൾക്ക് മുമ്പ് ഉള്ള സൃഷ്ടാവായ രക്ഷിതാവിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് കഴിയും എന്നതാണ് അല്ലാഹു അൽ അവ്വലാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം. പലപ്പോഴും മനുഷ്യന്മാർ അവരുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അവലംബിക്കുക എന്തിനാണ്? ഭൗതികമായ കാര്യങ്ങളിലാണ്, കാരണങ്ങളിലാണ്. എന്നാൽ ഈ കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും മുമ്പേ ഉള്ളവനായ എല്ലാത്തിനും കഴിവുള്ള എൻ്റെ രക്ഷിതാവിനെ മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികൾക്കുമുള്ള അത്താണിയായി അതിനുള്ള സഹായിയായി അവൻ ആരെ കാണും? അള്ളാഹുവിനെ കാണും എന്നതാണ്. അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളും കാരണങ്ങളും എന്ന് പറയുന്നത് അതൊക്കെ നശിക്കുന്നതാണ്, അതിനൊക്കെ നാശമുണ്ട്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത എന്നൊന്നും നിലനിൽക്കുന്ന രക്ഷിതാവിനെ കുറിച്ച് അൽ-ആഖിറായ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും നശിച്ചു പോകുന്ന ഒന്നിൽ അഭയം പ്രാപിക്കാൻ കഴിയില്ല. തൗഹീദിന്റെ വശങ്ങളാണ് ഇതൊക്കെ. എല്ലാത്തിലും ഒരിക്കലും നശിക്കാതെ ഇപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ ഒരു പദം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് നബി ഇവിടെ മരിച്ചു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവനൊരിക്കലും നാശമില്ല, മരണമില്ല എന്നൊന്നും നിലനിൽക്കുന്നവനാണ്. കാരണം അല്ലാഹു അൽ ആഖിറാണ്. ആര് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലും ഈ രണ്ടവസ്ഥയിൽ നിന്നും അവർക്ക് മുക്തമാകാൻ കഴിയില്ല. അള്ളാഹു അല്ലാത്ത ഏത് സൃഷ്ടി ആരാധിച്ചാലും രണ്ട് ചോദ്യം വരും. ഇയാൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഭൂമി അതിന്റെ നിയന്ത്രണം ആർക്കാണ്? ആളുകൾ ആരെ ആരാധിച്ചു? ഇയാളുടെ മരണശേഷം അതിന്റെ അവസ്ഥ എന്താണ്? കാരണം ഇല്ലായ്മ എന്ന അവസ്ഥയും അതുപോലെ തന്നെ നാശം എന്ന അവസ്ഥയും ഏത് സൃഷ്ടിക്കും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതില്ലാത്തൊരവസ്ഥയുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഖാലിഖാവുന്നത്, അൽ അവ്വലായ അള്ളാഹുവിനെ എന്താകാൻ കഴിയുള്ളൂ? ഖാലിഖാകാൻ പറ്റുള്ളൂ.
അൽ അവ്വൽ അല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു മഖ്ലൂഖാവേണ്ടി വരും. അതിനു മുമ്പ് ആരുണ്ടാവും? ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് അള്ളാഹുവിന്റെ സിഫത്തിന് യോജിക്കുന്നതല്ല, അള്ളാഹുവിന്റെ ഗുണത്തിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അൽ അവ്വൽ എന്ന അള്ളാഹുവിന്റെ നാമവും അതിൽ നിന്ന് വരുന്ന അള്ളാഹുവിന്റെ സിഫത്തും അത് ഉൾക്കൊള്ളുക എന്നുള്ളത് വിശ്വാസിക്ക് നിർബന്ധമാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ കരീം എന്ന നാമങ്ങളൊക്കെ അൽ അവ്വൽ അൽ ആഖിർ എന്ന അള്ളാഹുവിന്റെ നാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു മസ്അലയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിലതിന് നാശമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിലത് നശിക്കൂല എന്ന് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അൽ ആഖിർ എന്ന നാമവും ഇതും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ അൽ ആഖിർ, അള്ളാഹു നാശമില്ലാത്തവനാണ്, മരണമില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ സ്വയം പര്യാപ്തത കൊണ്ടും അള്ളാഹുവിന്റെ ധന്യത കൊണ്ടുമാണ്. എന്നാൽ നശിക്കാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവാണ് അതിനെ നശിപ്പിക്കാതെ നിലനിർത്തുന്നത്. അള്ളാഹുവിന്റെ മശീഅത്തിലും അള്ളാഹുവിന്റെ ഫضലുമാണ് അത് നിലനിന്ന് പോകുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതും നശിക്കും. ഏതാണ് നശിക്കാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സ്വർഗത്തിൽ അൽ ഹൂറുൽ ഐൻ, അവർക്ക് എന്തില്ല? നാശമില്ല. അതുപോലെ തന്നെ സ്വർഗം അതൊരിക്കലും നശിക്കൂല. സ്വർഗവും അതിലെ നിഅമത്തുകളും അത് നശിക്കാതെ നിലനിൽക്കുന്നതാണ്. നരകവും അതിന്റെ ശിക്ഷകളും അത് നശിക്കാതെ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് അൽ വിൽദാൻ, സ്വർഗത്തിലെ കുട്ടികളെ പറ്റി പറഞ്ഞില്ലേ, ഖിദ്മ ചെയ്യുന്ന വിൽദാനുകൾ, ആൺകുട്ടികൾ, അവർക്കും എന്തില്ല? നാശമില്ല. പക്ഷെ അതൊന്നും സ്വയം നിലനിൽക്കുന്നതല്ല. അതിനെ നിലനിർത്തുന്നത്, അതിനെ നശിക്കാതെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. പക്ഷെ അള്ളാഹുവിന്റെ സിഫത്താകുന്ന അൽ ആഖിർ എന്ന് പറയുമ്പോൾ അവൻ സ്വയം പര്യാപ്തനാണ്, സ്വയം ധന്യനാണ്. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിന്റെ ആ നാമത്തെ നമ്മൾ അവിടെ ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ അവ്വൽ അൽ ആഖിർ എന്ന നാമം അത് വളരെ പ്രധാനപ്പെട്ട, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമാണ്. ആ അത്യുത്തമമായ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാമമാണ് അൽ അവ്വൽ വൽ ആഖിർ എന്ന ഈ നാമം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലും അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലൊക്കെ ആ നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ.